ഇപ്പോൾ മോഡുലാർ കിച്ചൺ ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ മോഡുലാർ കിച്ചണാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ നമുക്ക് സ്ലാബ് ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് റൂം കിട്ടിയാൽ മതി. അതിനകത്ത് നമുക്ക് മാക്സിമം യൂട്ടിലിറ്റി ഉണ്ടാവും. ഇതിപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു കിച്ചണാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഇൻസൈഡ് സെഞ്ചുറിയുടെ മറൈനും ഔട്ട്സൈഡ് പിൻകോഡ് എന്ന് പറയുന്ന തടിയാണ്, അത് ചെറുതേക്കെന്ന് പറയും. ഇതിന് ലൈഫ് ടൈം ഡ്യൂറബിലിറ്റി ഉള്ളതാണ്. ഇതിനകത്ത് ഒത്തിരി ഐറ്റംസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതിപ്പം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബാസ്ക്കറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ സ്ലീക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ 304 ഗ്രേഡ് ലൈഫ് ടൈം വാറണ്ടി, ഒരിക്കലും തുരുപ്പിക്കാത്ത നല്ല പ്രോഡക്റ്റ്സാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ പ്ലേറ്റ്സ് ഒക്കെ നമുക്ക് ഇതിനകത്ത് വയ്ക്കാം. അതുപോലെ തന്നെ അടുത്തത് കപ്പ് ആൻഡ് സോസർ, ഇതിനകത്ത് കപ്പ് ഇങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്യാം. അടുത്തത് കട്ട്ലറിയാണ്, സ്പൂണ് നൈഫൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് തന്നെ 2 ടൈപ്പ് ഉണ്ട്, പെർഫോറേറ്റഡ് ആയിട്ടുള്ളതുണ്ട്. ഇതുവരെ നമുക്ക് ചെറിയ സ്പൂണും നൈഫും ഒക്കെ വയ്ക്കാം, ഇത് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിരിക്കും. അതുപോലെ അടുത്ത ഇതാണ് ഗ്രെയിൻ റോളിംഗ്. ഗ്രെയിൻസ് ഇങ്ങനെയുള്ള വെയിറ്റ് ഉള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അടുത്തതെന്ന് പറയുന്നത് നോ പ്രോ എന്ന് പറയും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഒത്തിരി ഐറ്റംസ് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഏതാണ്ട് ഒരു 40 kg വെയിറ്റ് ഇത് ലോഡ് ചെയ്യും. വെയിറ്റ് ഉള്ള ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് വെക്കാൻ പറ്റും. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ബ്ലൂ മോഷനാണ്, അടയ്ക്കുമ്പോൾ പതുക്കെ അടയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് വെക്കുന്ന തിങ്സ് ഒന്നും തമ്മിൽ തട്ടത്തില്ല. അതിന് 2 പ്രത്യേകതയുണ്ട്. ഹൈറ്റ് ഉള്ളതിന് നമുക്ക് ഇങ്ങനെ ഒരു ഗ്യാലറി എന്ന് പറയും, ഇതും കൂടി വെക്കാം. ഇല്ലാത്തതിന് നമുക്ക് ഹൈറ്റ് കുറഞ്ഞ ഐറ്റംസും വെക്കാൻ പറ്റും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അടുത്ത ഡസ്റ്റ് ബിന്നാണ്. ഇതൊക്കെ വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണിത്. ഇത് നമുക്കിതിനകത്തൊരു ബക്കറ്റ് ഉണ്ട്. ഈ ബക്കറ്റ് എടുത്ത് നമുക്ക് വേസ്റ്റ് കൊണ്ട് കളയാം, തിരിച്ച് വീണ്ടും നമുക്ക് ഇതിനകത്ത് തിരിച്ച് വെക്കാൻ പറ്റും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അടുത്തത് എലിഗൻ പുൾ ഔട്ട് എന്ന് പറയും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മൾട്ടിപർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിനകത്ത് ബോട്ടിൽസ് വയ്ക്കാം, ഇതിനകത്ത് പ്ലേറ്റ്സ് വയ്ക്കാം. നമുക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഡിറ്റാച്ചബിൾ ടൈപ്പാണ്, ഇത് ഇളക്കി മാറ്റിയിട്ട് നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം, അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അടുത്തത് പ്ലെയിൻ ബാസ്ക്കറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ മൾട്ടിപർപ്പസ്. ഇതിൻ്റെ പ്രത്യേകത എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം. ഇത് പല വിഡ്ത്തിലും പല ഹൈറ്റിലും വരും. ഇതിപ്പോൾ 8 ഇഞ്ചാണ് ഹൈറ്റ്, ഇത് 6 ഇഞ്ചാണ്, ഇത് 4 ഇഞ്ചാണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അടുത്ത വളരെ പ്രയോജനമുള്ളൊരു സംഗതിയാണ് മാജിക് കോർണർ എന്ന് പറയും. ഈ സ്പേസ് നമുക്ക് കോർണർ സാധാരണയായിട്ട് നമുക്ക് എന്തെങ്കിലും ഇട്ട് വെച്ചാൽ എത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കോർണർ സ്പേസ് കൂടെ യൂസ് ചെയ്യാം. ഇതിങ്ങനെ പുള്ള് ചെയ്യാം, ഇതിങ്ങനെ സ്ലൈഡ് ചെയ്യാം, വീണ്ടും ഇതിങ്ങനെ പുള്ള് ചെയ്യാം. അപ്പോഴേ തന്നെ നമുക്ക് ഈ സ്പേസ് വേറെ യൂസ് ചെയ്യുകയും ചെയ്യും, അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. വീണ്ടും നമുക്ക് തിരിച്ചിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടച്ച് ഇത് ചെയ്യും. അടുത്തത് സിംഗിൾ പുൾ ഔട്ട് എന്ന് പറയും. ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. കുക്ക് ചെയ്യുന്നതിൻ്റെ റൈറ്റ് ആംഗിളിൽ വെച്ചാൽ കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള ഓയില് സ്പൈസസ് എല്ലാം നമുക്ക് ഇതിനകത്ത് വെച്ച് സ്റ്റോർ ചെയ്യാം. എന്നിട്ട് പെട്ടെന്ന് എടുത്ത് നമുക്കത് കുക്ക് ചെയ്യാനൊരു എളുപ്പമാണ് സിംഗിൾ പുൾ ഔട്ട് എന്ന് പറയും. അതിൻ്റെ തന്നെ ഹൈറ്റ് കുറഞ്ഞതുള്ളുണ്ട്, അത് 3 തട്ടുണ്ട്, ഇത് 2 തട്ടുള്ളൂ. പിന്നെ ഡിറ്റർജൻറ്റ് പുൾ ഔട്ട് എന്ന് പറയും. ഇങ്ങനെ ഒരു സാധനം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അടുത്ത വളരെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഡബിൾ പുൾ ഔട്ട് എന്ന് പറയും. ഇത് മൾട്ടിപർപ്പസ് ആണ്. ഡോറിനകത്ത് നമുക്ക് ചെറിയ ഓയില് സ്പൈസസ് ഒക്കെ വയ്ക്കാം, ഇൻസൈഡ് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. ഡബിൾ പുൾ ഔട്ട് എന്ന് പറയും. അടുത്താണ് ലാൻഡ്രി യൂണിറ്റ്. ഇത് വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് ഒത്തിരി സാധനങ്ങൾ ഇതിനകത്ത് വെക്കാൻ പറ്റും. മാത്രമല്ല ഇതൊരു 10 ബാസ്ക്കറ്റ് ഉണ്ട്. ഇത് ഓരോന്നും അഡ്ജസ്റ്റബിൾ ആണ്. നമ്മുടെ വെക്കുന്ന തിങ്സിൻ്റെ അനുസരിച്ച് ഹൈറ്റ് അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അതോടൊപ്പം ഇത് മിഡിൽ ക്യാബിനൊക്കെ നമ്മൾ ഇതിനകത്ത് GTPT എന്ന് പറയും, ഗ്ലാസ് ട്രെയും പ്ലേറ്റ് ട്രെയും. നമുക്കിത് സിങ്കിൻ്റെ അടുത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഷ് ചെയ്തിട്ട് ഉടനെ പ്ലേറ്റ്സും ഗ്ലാസും ഒക്കെ ഇവിടെ വയ്ക്കാം. ഉടനെ തന്നെ വെള്ളം ഡ്രോപ്പായി ഇവിടെ വീണ് കഴിഞ്ഞാൽ ഇത് നമുക്ക് ട്രേ ആണ്. ട്രേക്കകത്ത് വെള്ളം എടുത്ത് കളയാം, അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. വെറ്റായിട്ടുള്ള ഐറ്റംസ് ഇവിടെ വെച്ച് ഫ്രൈ ആക്കി അതിന് ശേഷം നമുക്കത് അങ്ങോട്ട് അങ്ങനെ മാറ്റി വയ്ക്കാം പ്ലേറ്റ്സ്. പിന്നെ ഗ്യാസ് ലിഫ്റ്റ് എന്ന് പറയുന്നത് മേളിലോട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ മിഡിൽ ക്യാബിൻ, അതിനകത്തൊക്കെ ഇടയ്ക്ക് ഗ്ലാസ് വെച്ച് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ ഐറ്റംസ് ഇങ്ങനെ വെച്ച് മാക്സിമം സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യും. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ചിമ്മിനി ഫാബർ എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. ഫാബർ ഇറ്റാലിയൻ കമ്പനിയാണ്, വേൾഡിലെ നമ്പർ 1 കമ്പനി. അതിൻ്റെ 90 സെൻറ്റിമീറ്റേഴ്സ് 5 ബർണറാണ്. അപ്പോൾ നമുക്ക് മാക്സിമം യൂട്ടിലിറ്റി കിട്ടും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് തന്നെ നമുക്ക് പല തടിയിൽ ചെയ്യാം. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ MDF യൂസ് ചെയ്യാം, പിന്നെ തേക്കിൽ ചെയ്യാം. ഇതെല്ലാം ബ്ലൂം എന്ന് പറയുന്ന ഒരു ഓസ്ട്രിയൻ കമ്പനിയുടെ ഫിറ്റിങ്സ് ആണ്. ഇതെല്ലാം
ഇതിവിടെ ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യുന്ന ഹാഫ്ലി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഹാഫ്ലി ജർമ്മൻ കമ്പനിയാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വീതിക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇത് സ്റ്റീലിലുണ്ട്, പൗഡർ കോട്ടിലുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയലിൽ കിട്ടും. മാത്രമല്ല ഇതിപ്പം സ്പൈസസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളൊരു ഡിവൈസ് നമുക്ക് സെപ്പറേറ്റ് കിട്ടും. ഇതും ബ്ലൂ മോഷനാണ്. അടച്ചു കഴിഞ്ഞാൽ പതുക്കെ വന്ന് അടയുള്ളൂ. അതുപോലെ തന്നെയാണ് ഇത് കട്ട്ലറി. ഇത് നമുക്ക് പല അളവിൽ കിട്ടും. ഇതിപ്പോൾ 90 സെൻറ്റിമീറ്റേഴ്സിൻ്റെ ആണ്. ഇത് ഏറ്റവും വലുതാണ്. ഇതിനകത്ത് സ്പൂണ് നൈഫൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഇടാം. ഇത് വേണമെങ്കിൽ എടുത്ത് മാറ്റിയിട്ട് മൾട്ടിപർപ്പസ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതും ബ്ലൂ മോഷനാണ്. അതുപോലെ ഇത് പ്ലേറ്റ്സ് ഒക്കെ വെക്കാനുള്ളത്. ഇതും ഏറ്റവും കൂടിയ മെറ്റീരിയൽ വെച്ചാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഇതാണ്, തമ്മിൽ തട്ടത്തില്ല, വളരെ അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ ഇതെല്ലാം നമുക്ക് പല സൈസിൽ, അതിപ്പോൾ കണ്ട സ്റ്റീലാണ്, ഇത് പൗഡർ കോട്ടഡ് ആണ്, ഇത് ബ്ലൂ മോഷനാണ്. ഇതിൻ്റെ തന്നെ ഓർഡിനറി ടൈപ്പും കിട്ടുന്നുണ്ട്. പക്ഷെ അതിപ്പോൾ അടയ്ക്കുമ്പോൾ ഇത് ബ്ലൂ മോഷനാണ്. ഇതുണ്ടോ, ഇത് ഓർഡിനറി ആകുമ്പോൾ ഇങ്ങനെ അടയ്ക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് സൗണ്ട് കേൾക്കും. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സ്മൂത്തായിട്ട് അടയ്ക്കാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിനകത്ത് പ്രൊഫൈൽ ഹാൻഡിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് ഈക്വലായിട്ട് ഈ ഹാൻഡിൽസ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഹാൻഡിൽസ് ഒന്നും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കത്തില്ല, വളരെ ഫ്ലഷ് ആയിട്ട് നിൽക്കും. എന്നാൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വളരെ കൺവീനിയൻ്റ് ആണ്. നമുക്ക് ഏത് സ്പേസിൽ പിടിച്ച് വേണമെങ്കിലും ഇതിനകത്ത് ഓപ്പൺ ചെയ്യാം. പർട്ടിക്കുലറായിട്ട് ഹാൻഡിലിൻ്റെ സൈഡിൽ പോകേണ്ട കാര്യമില്ല. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ ഇത് ഗ്യാസ് ലിഫ്റ്റ് എന്ന് പറയും. നമുക്ക് എന്തെങ്കിലും തിങ്സ് വേണമെന്നുണ്ടെങ്കിൽ മേളിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് സാധനം സ്മൂത്തായിട്ട് എടുക്കുക, അങ്ങനെ അടയ്ക്കുക. ഇത് വേൾഡിലെ നമ്പർ 1 പ്രോഡക്റ്റാണ് ബ്ലൂം എന്ന് പറയുന്ന കമ്പനി.
നിങ്ങളുടെ സ്വപ്നഭവനം പണിയുമ്പോൾ ഇന്റീരിയറും സ്വപ്നതുല്യമായിരിക്കണ്ടേ? അതെ, എങ്കിൽ ഇനി മുതൽ നിങ്ങളുടെ അടുക്കള അതിനൂതന സൗകര്യമുള്ളതും വീടിന്റെ ഇന്റീരിയർ അതിമനോഹരമാക്കാനും ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. കിച്ചൺ സൊല്യൂഷൻസ് ഫേബർ ഗാലറിയ. മോഡുലാർ കിച്ചൺ, വാർഡ്രോബ്സ്, LCD യൂണിറ്റ്, ക്രോക്കറി ഷെൽഫ്, ഷോക്കേസ്, ചാരുപടി, വുഡൻ പാനലിംഗ് ആൻഡ് ഫ്ലോറിംഗ് തുടങ്ങിയവ MDFിലും ഹാർഡ്വുഡിലും തേക്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൽ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്തു നൽകുന്നു. ലോകത്തിലെ നമ്പർ 1 ബ്രാൻഡുകളായ ഫേബർ, ഫ്രാങ്കി, സ്ലീക്ക് തുടങ്ങിയ കമ്പനികളുടെ ഇലക്ട്രിക് ചിമ്മിനി, ബിൽറ്റ് ഇൻ ഹോബ്, കുക്കിംഗ് റേഞ്ച്, കിച്ചൺ സിങ്ക്, കിച്ചൺ ബാസ്ക്കറ്റ്സ് മുതലായവയുടെ വിശാലമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കിച്ചൺ സൊല്യൂഷൻ ഫേബർ ഗാലറിയ, CS ആർക്കേഡ്, അമ്പലത്തുംകാല, കൊട്ടാരക്കര. Our head office, Kitchen Solution, Lotus Road, Kottarakara.